ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഞാൻ അല്പസമയം സംസാരിക്കാൻ പോകുന്ന വിഷയം കണ്ണേറിനെ സംബന്ധിച്ച. പലരും ചോദിക്കാറുണ്ട്, എന്താണ് കണ്ണേറ് എന്ന്. എന്താണ് കണ്ണേറ് എന്ന് പറഞ്ഞാൽ, കണ്ണേറ് എന്താണെന്ന് വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ എവിടെയും പറയുന്നില്ല. വിശുദ്ധ ഖുർആനിലുള്ളത് അസൂയക്കണ്ണിനെ സംബന്ധിച്ച്. അതിന് ആലങ്കാരികമായി കണ്ണേറ്, കണ്ണുകടി എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. അവസാനം വന്നപ്പോൾ അസൂയക്കണ്ണ് എടുത്തുപോയി വെറും കണ്ണേറായി മാറിയതാണ്. കണ്ണേറെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷയം മാറി. കണ്ണേറ് എന്ന് പറയുന്നത് അദൃശ്യമായി നടക്കുന്ന ഒരു കാര്യമാണ്. കണ്ണേറ് കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് അപകടം സംഭവിക്കുക എന്ന് നമുക്ക് ഒരാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അസൂയക്കണ്ണ് ഭൗതികമാണ്, കണ്ണേറ് അഭൗതിക. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഭൗതികമായിട്ട് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയും തിന്മയും ചെയ്യാൻ കഴിയും. മനുഷ്യന് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായി അപ്പോൾ അസൂയാലോ താൻ ആരോടാണോ അസൂയ കാണിക്കുന്നത് അവൻ്റെ നന്മകൾ ഇല്ലാതാക്കാൻ വേണ്ടി ചിലപ്പോൾ കൊട്ടേഷൻ കൊടുക്കും. ചിലപ്പോൾ ആളുകളെ അവൻ തന്നെ ഇരുട്ടിൻ്റെ മറവിൽ എതിരാളിയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ അസൂയക്കണ്ണിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടുന്നത്. കണ്ണേറിൽ നിന്നല്ല നമ്മൾ ശരണം തേടുന്നത് അള്ളാഹുവോട്. നേരെ മറിച്ച് അസൂയക്കണ്ണിൽ നിന്നാണ്. അത് ഖുർആനിൽ അത്തരം അസൂയക്കണ്ണിനെ സംബന്ധിച്ച് 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയാലു അസൂയ കാണിക്കുമ്പോൾ അതിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ഇത് സൂറത്തുൽ ഫലക്ക് 5-ാമത്തെ വചനം. അതുപോലെ സൂറത്തുൽ ഖലം 51-ാം പേജിലും അസൂയക്കണ്ണിനെ പറ്റി പറയുന്നുണ്ട്. വഇൻ യകാദുല്ലദീന കഫറു ലയുസ്ലിഖൂക. നിഷേധികളായ ആളുകൾ താങ്കളെ വഴുതി വീഴ്ത്താറാക്കിയിരിക്കുന്നു. ബിഅബ്സാരിഹിം. അവരുടെ കണ്ണുകൾ കൊണ്ട്. ലമ്മാ സമിഉ ദിക്റ. അവർ ദിക്ർ കേട്ടപ്പോൾ. ഇത് സൂറത്തുൽ കലമിലെ 51-ാമത്തെ വചനമാണ്. അപ്പോൾ ശത്രുക്കൾ നബി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അസൂയ നിറഞ്ഞ കണ്ണോടുകൂടി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുളിച്ചു നോക്കിയിരുന്നു എന്നാണ് ഈ വചനം പറയുന്നത്. ഇത് അസൂയയെക്കുറിച്ചാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഇല്ല കണ്ണേറ്. യഹ്സദൂന ലി ബുഗ്ളിഹിം ഇയ്യാക്ക. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതാണ്. താങ്കളോടുള്ള കോപം കാരണം അവർ അസൂയ കാണിക്കുന്നു എന്നാണ് ബുഖാരിയും മുസ്ലിമും ഈ ആയത്തിന് തഫ്സീർ കൊടുത്തതെന്ന് ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീർ 4-ാം വാല്യം 409-ാം പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഹദീസുകൾ പരിശോധിച്ചാലും കണ്ണേറ് നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അപ്പം ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി. അത് ഇപ്രകാരമാണ്: ബിസ്മില്ലാഹി അർഖീക. അള്ളാഹുവിൻ്റെ നാമത്തിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ മന്ത്രപ്രാർത്ഥന നടത്തുന്നു. മിൻ കുല്ലി ഷൈഇൻ യുദീക. താങ്കളെ ദ്രോഹിക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും. മിൻ ശർരി കുല്ലി നഫ്സിൻ. എല്ലാ നഫ്സിൻ്റെ ഷർറിൽ നിന്നും താങ്കൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. ഔ ഐനിൻ ഹാസിദിൻ. അല്ലെങ്കിൽ അസൂയക്കണ്ണിൽ നിന്ന്. അപ്പോൾ അസൂയക്കണ്ണിൽ നിന്നാണ് ഹദീസുകളിലും രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ഇത് ഇമാം മുസ്ലിം 2186-ാം നമ്പറായിട്ട് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ കണ്ണേറ് എന്ന് പറയുന്നത് മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് വന്ന ഒരു പ്രയോഗമാണ്. ആലങ്കാരികമായി കണ്ണേറ്, കണ്ണുകടി ഇതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. പൂർവികമായിട്ട് തന്നെ അസൂയയിൽ നിന്നാണ്. ഇപ്പോൾ അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥന നടത്തിയതായിട്ട് നമുക്ക്
ഷറഫുലാന മൗലിദിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പഴയ ഏടുകളിൽ പോലും ഇതുണ്ട്. അതിൽ ശരിയും തെറ്റൊക്കെ ഉണ്ടാവും. മൗലിദ് കിതാബിൽ എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല, പക്ഷെ അത് ഖുർആനോട് യോജിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മിൻഹാഷിദിൻ മുൽതരിബിൽ ഐനാനി അംദല്ലദീ സുമ്മിത ഫിൽ ഖുർആനി. മിൻഹാഷിദിൻ മുൽതരിബിൽ ഐനാനി, അസൂയാലുവിൽ നിന്നും കണ്ണിൻ്റെ പിടുത്തത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. രണ്ട് കണ്ണുകളുടെ പിടുത്തത്തിൽ നിന്നും അസൂയാലുവിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അല്ലാഹുവേ. അന്തല്ലദീ സുമ്മീത ഫിൽ ഖുർആനി, താങ്കൾ അഥവാ മുഹമ്മദ് നബിയെ ഉദ്ദേശിച്ച് അദ്ദേഹം പറയുന്നത്, അബ്ദുൽ മുത്തലിബ് പറയുന്നത്, സുമ്മീത ഫിൽ ഖുർആനി, താങ്കൾ ഖുർആനിൽ പറയപ്പെട്ട ആളാകുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഖുർആൻ കണ്ടിട്ടില്ല, അത് കളവാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മനുഷ്യൻ ഖുർആൻ കണ്ടിട്ടില്ല. ഇനി എന്താണ് അസൂയ? അസൂയയെ സംബന്ധിച്ച് അതാണ് നമ്മളെ ചോദ്യം. എന്താണ് കണ്ണേറ് എന്നാണ് ചോദ്യം. കണ്ണേറല്ല, പിന്നെ കണ്ണുകടിയല്ല, അസൂയക്കണ്ണാണ്. അതിന് ആലങ്കാരികമായി പറഞ്ഞു പേരുന്ന പേരുകളാണ് കണ്ണേറ്, കണ്ണുകടി എന്നൊക്കെ. എന്താണ് കണ്ണേറ് എന്ന് പറഞ്ഞാൽ ഇമാം ഷൗക്കാനി പറയുന്നത്, ഇമാം ഷൗക്കാനി തൻ്റെ ഫത്വൽ ഖദീർ 5-ാം വാല്യം 571 പേജിൽ പറയുന്നത്, അള്ളാഹു ഒരു മനുഷ്യൻ അല്ലത്തി അൻഅമല്ലാഹു ബിഹ അലൽ മഹ്സൂദി, ആരോടാണ് ഒരാൾ അസൂയ കാണിക്കുന്നത്, ആ അസൂയ കാണിക്കുന്ന വ്യക്തിക്കുള്ള അനുഗ്രഹത്തെ തടയിടാൻ മനസ്സിൽ ആഗ്രഹിക്കുക, അതാണ് കണ്ണേറ് എന്ന് അതാണ് അസൂയക്കണ്ണ്, അസൂയ എന്ന് പറയുന്നത്. അതാണ് ഇമാം ഷൗക്കാനി തൻ്റെ തഫ്സീറായ ഫത്വൽ ഖദീർ 5-ാം വാല്യം 521 പേജിൽ പറയുന്നത്. ഇബ്നു തൈമിയ പറയുന്നത്, വൽ ഹസദു യകൂനു മിനൽ അൻഫുസിൽ ഖബീസ, അസൂയ എന്ന ഈ ദുഷിച്ച സ്വഭാവം ഉണ്ടല്ലോ, അത് ചീത്ത മനസ്സിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇമ്മാബിൽ ഐനി വ ഇമ്മാബിൽ ഉൽമി, അതൊന്നുകൊണ്ട് നോട്ടം, അസൂയ നിറഞ്ഞ നോട്ടം കൊണ്ടാകാം, അല്ലെങ്കിൽ അക്രമം പ്രവർത്തിച്ചു കൊണ്ടാകാം. രണ്ട് നിലക്ക് അസൂയ പ്രവർത്തിക്കാം. ഒന്നുകിൽ ഉൽമ ചെയ്തിട്ടോ അല്ലെങ്കിൽ അസൂയ നിറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയിട്ടോ. ഇത് ദഖായിഖു തഫ്സീർ 6-ാം വാല്യം 497 പേജിലാണ് ഇബ്നു തൈമിയ പറയുന്നത്. ഇമാം ഖുർത്തുബി അസൂയയെ വിശദീകരിക്കുന്നുണ്ട്. വ അന്നഹു തമന്ന സവാലു നിഅമത്തി അലൽ മഹ്സൂദി, ആരോടാണ് ഒരു വ്യക്തി അസൂയ കാണിക്കുന്നത്, അസൂയ കാണിക്കപ്പെടുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ഉണ്ടല്ലോ, അതിനെ തടയിടാൻ വേണ്ടി, അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള മനസ്സിൻ്റെ ആഗ്രഹത്തിനാണ് അസൂയ എന്ന് പറയുന്നത്. ഫൽ ഹസദു മദ്മൂമുൻ, അസൂയ എന്ന് പറഞ്ഞ നിന്ദ്യമായ ഒരു സ്വഭാവമാണ്. കാലൽ ഉലമാവ്, പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ആസിദു ലാ യളുറു ഇല്ലാ ഇദാ ലഹറൽ അസദു ബിഫിഇലിൻ ഔ ഖൗലിൻ. അൽ ആസിദു ലാ യളുറു, ഒരസൂയാലും ഒരാൾക്ക് ദ്രോഹം ഉണ്ടാക്കൂല. ഇദാ ലഹറൽ അസദ, ഹസദ് വെളിവായി കഴിഞ്ഞാൽ, ബിഫിഇലിൻ ഔ ഖൗലിൻ, പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ അസൂയാലും ഒരാൾക്ക് ദ്രോഹം ചെയ്യൂല, അത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നർത്ഥം. ഇതാണ് ഇമാം ഖുർത്തുബി തൻ്റെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ 20-ാം വാല്യം 177 പേജിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി കണ്ണേറിനെ സംബന്ധിച്ച് പറയാണ്, വഇന്നമാ ഗായത്തു ഹസദു വ തമന്നിൻ ലിസവാലി നിഅമത്തിൻ, അതിൻ്റെ അസൂയ കണ്ണുകാരൻ്റെ ലക്ഷ്യം, അസൂയാലുവിൻ്റെ ലക്ഷ്യം ഹസദുൻ, അസൂയയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ ഓ തമന്നി സവാലി നിഅമത്തിൻ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നീങ്ങിപ്പോകാനുള്ള അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹവുമാണ് അസൂയ എന്ന് പറയുന്നത്. ഇത് ഫത്ഹുൽ ബാരി 13-ാം വാല്യം 116 പേജ്.
അപ്പം ചുരുക്കി പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം. അത് നോട്ടം കൊണ്ടും ആകാം, അക്രമം കൊണ്ടും ആകാം. അതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് സംരക്ഷണം ചോദിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് കണ്ണേറ് എന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ നമുക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. പിന്നെ അതെങ്ങനെ വന്നു എന്നതൊക്കെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരണം. ഏത് വിഷയത്തിൽ കണ്ണേറ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല എന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.